നമ്മളാന്തരം പോണ് മുന്നാ പാട്ടാ പാട്ടില് ഇങ്ങോട്ട് പറഞ്ഞോമേ 2 ടീമുകളെ കാണിച്ചു തരാം. നീ ഏത് ടീമാ? അർജന്റീന. ഇവിടെ നീ ഏത് ടീമാ? പോർച്ചുഗല്. കപ്പെടുക്കും വേൾഡ് കപ്പ് ഈ പ്രാവശ്യം ഞങ്ങളുടെ നമ്മക്കും. അപ്പൊ ഞങ്ങള് എല്ലാവരും കൂടി ആന്ധ്രയ്ക്ക് പോവാണ്. അതായത് ഇവളുടെ നാടാണ് ആന്ധ്രക്കാരിയാണ് ഇത്. അപ്പൊ ഞങ്ങള് ഒരു യാത്ര, ഒരു 10 ദിവസത്തേക്കുള്ള യാത്രയുണ്ടാവും. ചെറിയ ചെറിയ വീഡിയോകള് നമുക്ക് പറ്റുന്ന കിടാം അല്ലേ? നേരെ വിശാഖപട്ടണം, വിജയവാഡ, പിന്നെ രാജമന്ത്രി ഉണ്ട് അതിന്റെ ഇടയിലൊന്നും. അപ്പൊ നമ്മള് പോവാണ്, കയറി പോവാം. കയറിയാ നമുക്കങ്ങനെ പോവാം. ഫോക്കസ് ആവുന്നില്ലല്ലോ. ഫോക്കസ് ആയി. ചക്കെടുത്ത് കാട്ടികളി നല്ല തീരുമാനം. ചക്കയ്ക്ക് എത്ര 3 ചക്കക്ക് എത്ര ആന്ധ്രയില്? ചക്ക ഒരു ചോളക്ക് 10 രൂപ 20 രൂപ കൊടുക്കണം. ഒരു ചോളാന്ന് പറഞ്ഞാൽ അതില്ലേ ഒരു പീസില്ലേ, അതിന് 20 രൂപ. പീസിനാണ് 20 രൂപ. നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെ പോയിട്ട് ഒരു ചോള ചക്ക കഴിച്ചു നോക്കാം. ഞാൻ ചെല്ലുമ്പോ അപ്പച്ചൻ കാണിച്ചു 100 പേരിടും. അപ്പൊ വേറെ വഴിയില്ല. വിശാഖപട്ടണം നമ്മള് രണ്ടുപേരും മാത്രം പോയി വന്നില്ല. അല്ല അപ്പച്ചൻ പോയിട്ടുള്ളൂ അല്ലേ? അമ്മച്ച ആന്ധ്രയില്, അമ്മച്ച വിശാഖപട്ടണം ഉണ്ട്. നമ്മുടെ കനകമല പള്ളീനെ വരാൻ പോണ കേട്ടോ. നമ്മുടെ ഈ കാണുന്ന റംബുട്ടാൻ ഉണ്ടോ, ഒരുപാട് നല്ല രസമുള്ള സ്ഥലമാണ്. അതായത് എനിക്ക് ഇത് ഭയങ്കര മോശമായ ഒരു വഴിയായിരുന്നു. ഇതിപ്പോ ഈ ഇടയ്ക്കാണ് നമ്മള് മലയോര ഹൈവേക്ക് മാറ്റിയിട്ട് ഈ വഴിയെ കൊടകരയിൽ നിന്ന് നേരെ നമ്മുടെ ചൗക്ക് കൂടി നമുക്ക് അതിരപ്പള്ളിക്ക് പോവാം. അതല്ലെങ്കിൽ നമ്മുടെ മാരാങ്കോട് കുറ്റിച്ചറ കൂടി അതിരപ്പള്ളി പോവാം. നമ്മുടെ സ്ഥലം, നമ്മുടെ സ്വന്തം. അതായത് കനകമല പള്ളി, കനകമല കണ്ട തീർത്ഥാടന കേന്ദ്രം അല്ലെ? വലിയ തിരക്കുള്ള സ്ഥലമാണ് നമ്മുടെ മറ്റേ മലയറ്റൂരില്. അതേപോലെ തന്നെ മലയറ്റൂർ അത്ര ഇല്ല എന്നാലും. പറഞ്ഞോ. അപ്പോ നമ്മൾ ഇനി സ്ട്രൈറ്റ് പോകുന്നു. അതായത് ഇനി ഇവിടുന്ന് നേരെ ഒരു 1200 കിലോമീറ്ററാണ് വിജയവാഡ എന്ന സ്ഥലം. വിശാഖപട്ടണം പോണെങ്കിൽ അവിടുന്ന് 400 കിലോമീറ്റർ പിന്നെ പോകണം. 370. പക്ഷെ നമ്മള് വിജയവാഡ കയറും. വിജയവാഡ കയറി ചക്ക സാധനങ്ങള് സകല സാധനങ്ങൾ ഇറക്കി വെക്കും. വണ്ടിയുടെ വെയിറ്റ് കുറയ്ക്കും. അന്നെ പോവല്ലോ. അന്നെ പോകും നമ്മള്. മാക്സിമം അന്നെ പോകും. ഇവിടുന്ന് നേരെ മണ്ണൂത്തിന്ന് നേരെ ജീവ. മണ്ണൂത്തി എന്ന് പറഞ്ഞ ആൾക്കാർക്ക് അറിയില്ല. മെയിൻ സാധനങ്ങൾ ഇവിടുത്തെ ഇപ്പൊ നേരെ പോണ തൃശ്ശൂര്. തൃശ്ശൂർ ടോൾ വെച്ചോണ്ടല്ലോ. എല്ലാരും പറഞ്ഞത് തൃശ്ശൂർ ടോള്. ജീവൻ പാലക്കാട് തുടങ്ങി ജീവൻ ഓടിക്കും. രണ്ടാമത്തവൻ ജീവൻ. ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാല് ബ്രേക്ക്ഫാസ്റ്റ്. ജീവനു വണ്ടി ഓടിക്കലൊക്കെ 4 ഡ്രൈവർമാരുള്ളത്. അതായത് അല്ലേ 4 ഡ്രൈവർമാരുണ്ട്. മെയിൻ ഡ്രൈവർ അപ്പച്ചൻ, രണ്ടാമത്തെ ഡ്രൈവർ ജിസ്മോൻ, മൂന്നാം ഡ്രൈവർ ജീവൻ, 4ാമത്തെ ഡ്രൈവർ ഉണ്ട്. ആളെ കുറിച്ച് പറയുകയാണെങ്കില് ലൈസൻസ് കിട്ടി, ലൈസൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്.
പക്ഷെ ഞങ്ങൾ പക്ഷെ എങ്ങനെ ലൈസൻസ് കിട്ടി അത് ഞാൻ ആലോചിക്കണേ. ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ നല്ല correct ആയിട്ടാണ് ഓടിച്ചിട്ട് അങ്ങനെ ഓടിച്ചതിന് പിന്നീട് സ്റ്റീരിംഗ് തൊടാൻ പറ്റില്ല. പേടിയാവുന്നു. വലിയ വണ്ടിയല്ലേ? വലിയ വണ്ടി അതുകൊണ്ട് എനിക്ക് പോകാൻ അപ്പൊ ചെറിയ വണ്ടിയോ? ദയതൊന്നും കൊടുത്താന്നുകൊണ്ട് അമ്മയുടെ പ്രത്യേകത 22 വർഷം കഴിഞ്ഞുള്ളൂടാ ഇവിടെ. എത്രാമത്തെ വർഷമാണ്? 23-ാമത്തെ വർഷമാണ് കല്യാണം കഴിഞ്ഞിട്ട് ആന്ധ്രയിൽ നിന്ന് ഇവിടെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട്. അപ്പോ ഇപ്പോ ഭാഷ ശരിക്കും ഒരു 5-6 കൊല്ലം മുമ്പ് വരെ ഭാഷയ്ക്ക് ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ശ്രദ്ധിച്ചു നോക്കിയാ ശ്രദ്ധിച്ച് കേട്ടാ എന്തെങ്കിലുമൊക്കെ കിട്ടും. പക്ഷെ സൂക്ഷിച്ചു നോക്കണം. ആള് നന്നായിട്ട് മലയാളം ഇപ്പൊ പറഞ്ഞു. മലയാളം കൂടുതൽ പഠിച്ചതും പറയുമ്പോഴാണ് ഇപ്പൊ നമ്മള് പ്രശ്നങ്ങൾ. എല്ലാ കളത്തറ കണ്ടുപിടിച്ചു ഞാൻ. കണ്ടുപിടിച്ചതേ അമ്മച്ചേച്ചി കണ്ടുപിടിക്കാതെ. ദൈവമേ. എന്റെ പേര് അയ്യോ ഏതാ സ്ഥലത്തിന്റെ പേര്? പുതുക്കാട് പുതുക്കാട് കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ടാണ് അമ്പല്ലൂര് ആമ്പല്ലൂര്. ആ ഹോട്ടലിലെ ബോർഡ് വെച്ചല്ലേ നീ? അല്ലേ ഇത് നല്ല വലിയ പിന്നില്ല. ഇത് ഈ ആമ്പല്ലൂര് കഴിഞ്ഞിട്ടാണ് ഏറ്റവും വിവാദമായിട്ടുള്ള കേരളത്തിലെ ഏറ്റവും വിവാദമായിട്ടുള്ള നമ്മുടെ പാലിയേക്കര വിവാദമായിട്ടുള്ള പാലിയേക്കര ടോള്. ടോള് അങ്ങനെ പറയും. അതായത് ഏറ്റവും കൂടുതൽ ഇവിടെ സമരങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറെ നാള് നിർത്തി വെച്ചിട്ടുണ്ട്. അറിയാലോ, അത് കഴിഞ്ഞ പോലെ ഉണ്ടായിരുന്നു. നമ്മള് ഈ വണ്ടിക്ക് മേടിക്കുന്നത് അങ്ങോട്ട് പോകുമ്പോ 90 രൂപ മേടിക്കും. അത് തന്നെ ഒരു 24 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരികയാണെങ്കിൽ 50 രൂപ മേടിക്കും. 4 മണിക്കൂറുള്ളിൽ വന്നു. അങ്ങനെയാണ് 140. 24 മണിക്കൂർ കഴിഞ്ഞു. അങ്ങനെയാണോ 12 മണിക്കൂറാണെന്ന് അറിയില്ല, കൃത്യമായിട്ട് അറിയത്തില്ല. ഫാസ്ടാഗില് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 140 രൂപ മേടിക്കുന്നത്. അവിടെ ടോള് ഫസ്റ്റ് ടോള് ഇവിടുന്ന് ഫസ്റ്റ് ഓരോ ടോള് എണ്ണിക്കും. എത്ര ടോള് എണ്ണിക്കോ, എത്ര ടോള് കടന്ന് പോണേന്ന് നമുക്ക് തന്നെയാക്കാം. ഇതാണ് ഫസ്റ്റ് ടോള്. ഫസ്റ്റ് ടോളാണ് പാലിയേക്കര. നമ്മളെ ഫസ്റ്റത്തെ ടോള് കിടക്കാറായി. ഫസ്റ്റ് ടോള് ഇനി ഇവിടുന്ന് എത്ര ടോളുണ്ട് നിങ്ങൾക്ക് ടോട്ടൽ പറയാൻ പറ്റുമോ? വിജയവാഡ എത്ര വരെ പറഞ്ഞാൽ മതി. ഗൂഗിൾ മാപ്പ് പഴയ വീഡിയോ നമ്മള് കേരളം ഈ കുതിരാൻ കഴിഞ്ഞ് പാലക്കാട് കഴിഞ്ഞ് കോയമ്പത്തൂരോട് എത്തിയതിനു മുമ്പ് വഴിയായിട്ട് കേരളത്തിന് അത്ര മോശമാക്കി പറയുന്നില്ല. പിന്നെ വഴി ഇങ്ങനെ കിടക്കല്ലേ. കേരളത്തിന്റെ വഴി പന്ന വഴിയാ. അന്നേരം എന്തൊക്കെ പറയില്ലേ. പിന്നെ കുണ്ടും കുഴി റോഡ്. ഇപ്പൊ തമിഴ്നാട് ഇപ്പൊ നോക്കിക്കോട്ടെ. തമിഴ്നാട് നല്ല വഴിയാണ്. ഇതിലൂടെ നമുക്ക് നമ്മുടെ വഴികള് അത്ര കുഴപ്പമൊന്നുമില്ല. മഴയത് കൊണ്ട് റോഡിൽ പോണു. പിന്നെ അത് ശരിയാ അമ്മച്ചി പറഞ്ഞു കേട്ടോ. കൂടുതലും എന്നിട്ട് മഴ കൂടുതൽ ബാക്കി രാജ്യത്തൊന്നും മഴയില്ലേ? ബാക്കി രാജ്യത്ത് മഴയില്ല, മഞ്ഞില്ല, കൊടുങ്കാറ്റില്ല. ഞാൻ പറഞ്ഞതേ ഇതിനെ കുറിച്ചുള്ള ഇത് ഞാൻ പറഞ്ഞത്. ഇവിടുന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ട്രാഫിക് ഇല്ല, ഈ കാണുന്ന സിഗ്നലുകളില്ല. പിന്നെ അങ്ങോട്ട് കിടക്കാണ് 6 ലൈൻ അല്ലേ? പിന്നെ 12 വരി പാത. എത്രയാ കേരളം കഴിഞ്ഞാൽ നോക്കിക്കോ, നല്ല കിടല റോഡാ. ജീവ എത്ര വരി പാതയാണ് നമ്മള് ശരിയാറായിടാ കയ്യിലുള്ളത് തയ്യാറായി. ഇവിടുത്തെ വ്യൂ നല്ല രസല്ലേ ജീവ? സ്ഥലമല്ലേ? അയ്യോ ഫ്ലാഷ് അടിച്ച് കണ്ടു. സെറ്റപ്പുകളല്ലോ. എടാ വണ്ടിയുടെ എടാ ഒരു അംബാസിഡർ കാറാണ് സെറ്റ് വെച്ചാൽ നോക്കി. ബാക്ക് എടുത്ത് ഒറിജിനലാണോ? ബാക്ക് എടുത്ത് സെറ്റപ്പുകളല്ലോ. ആന്ധ്രയില് മന്തി കിട്ടും. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള കഴിയും. ഇപ്പൊ നമുക്ക് വയറിന് നല്ലത് മന്തി, വയറിന് നല്ലത് പച്ചക്കറി അല്ല. ഞാൻ എപ്പോഴും പറയുന്നു വെജിറ്റബിൾ ഇസ് നോട്ട് ഹെൽത്തി. മറ്റേ മോർണിംഗ് ഫസ്റ്റത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടമുള്ള കഴിക്കും. പറഞ്ഞ ബൈക്ക് ഇതാണോ? രണ്ടുപേരുണ്ട്. താങ്ക് യു. ഭയങ്കര ഹൈ സ്പീഡുള്ള ജീവൻ. എനിക്ക് ഒട്ടും വിശപ്പില്ല. ഏതുണ്ട് ടേസ്റ്റുണ്ടാ? ഈ ഒരു ഉണക്കം പറ്റി ചമ്മന്തി, ഇത് തേങ്ങ ചട്നി. ജെറോമിന് സ്പെഷ്യലാണ്. അവന് മാത്രം സ്പെഷ്യല്. പക്ഷെ ഉള്ളിലൊന്നും ഇല്ല. ഉള്ളിൽ മസാല ഇല്ലേ?
മസാല ഇല്ല, മസാല ദോശ. അപ്പൊ നമ്മള് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയാ? അടുത്ത ഡ്രൈവർ മാറി റെഡി. ഡ്രൈവർ മാറിയോ? പുതിയ ഡ്രൈവർ ഡ്രൈവർ മാറി. ജീവൻ സാറാണ് ഈ ഡ്രൈവിംഗ്. ഇനി വണ്ടി തോട്ടില് ഇടയ്ക്ക് ഞാൻ ഓടിക്കും. ക്യാമറമാൻ ഓടിക്കും. ക്യാമറ പിടിച്ച് ഓടിക്കും. പൈസ നമ്മളിപ്പോ എവിടെയാണ്? നമ്മ കാറില് ഓട്ടോറിക്ഷയിലെ നിങ്ങൾക്ക് അറിയാലേ? നീ എവിടെയാ ചോദിച്ചു? സ്ഥലത്തിന്റെ പേര് ചോദിച്ച എവിടെയാണ്? സ്ഥലത്തിന്റെ പേര് പേര് വാളയാർ പരമശിവൻ. പരമശിവ. വാളയാറെത്തി. ചെക്ക് പോസ്റ്റും കോപ്പൊക്കെ അടച്ചപ്പൂട്ടി കാട്ടിക്കളഞ്ഞു. നമ്മളെങ്ങനെ കേരളം വിട്ട് കഴിഞ്ഞു. അത് വാളയാറ് കഴിഞ്ഞ പിന്നെ തമിഴ്നാടാണല്ലോ. ലോട്ടറിയുടെ ബഹളായിരിക്കും കോമൺ സെൻസ്. ഏ പ്രഭു ഒരു കാഴ്ച കണ്ട് എന്താ സംഭവം? അയ്യോ ഇത് മറ്റേ ഇത് ദൃഷ്ടി എന്താ പറയാന്, വീടുകളൊക്കെ പണിയുമ്പോ നമ്മള് കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി വെക്കുന്ന ഒരു ലോറിയുടെ ഫ്രണ്ടിലൊക്കെ ഇടുന്ന കാണാം. അപ്പോഴത് എന്ത് നോക്കിയടാ വായിച്ചടാ? തമിഴ് എഴുതിയിരിക്കണല്ലേ? തമിഴ്നാട് എഞ്ചിനീയറിംഗ് കോളേജ് ആണെന്ന് തോന്നുന്നു അല്ലേ? അവിടെ ബോർഡ് ഉണ്ട്. അത് താഴെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ടോ? ഏറ്റവും താഴെ ഇംഗ്ലീഷിലുണ്ട്. അത് എടാ ഒരു വണ്ടി പോണേക്കടാ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിക്കതും ഇതായിരിക്കും. ഇതായിരിക്കും മറ്റേ അങ്ങനത്തെ വല്ലതും പോണതായിരിക്കാം. നമുക്കറിയില്ല. അങ്ങനെ അത്രയും അത് കൊണ്ടുപോകണെങ്കില് ഗാർഡ് എന്തെങ്കിലും വേണ്ടതല്ലേ? ഒന്നുമില്ലല്ലോ, അതിലൊന്നുമില്ല. ഹലോ അപ്പൊ പിന്നെ ഇവിടെ കേറാം. അപ്പൊ അടിപൊളി. ഇതേത് റെസ്റ്റോറന്റ് നോക്കി? അരുക്കണ്ണിയമൽ മെസ്. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ. അപ്പൊ നോക്കട്ടെ, നമുക്ക് ഫുഡൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കി ചെറുതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് ഇവിടെ ഒരു കാഴ്ച കാണിക്കാം. മാപ്പൂട്ടമ്പാ കൂട്ടിണ്ട് പോരെ. അതെനിക്ക് ഇഷ്ടപ്പെട്ട ഇതൊക്കെ. ചൂടുണ്ടോ? ചൂട് കാറ്റൊക്കെ വരും. മസാരില്ല നോക്കണേക്ക്. ഇവര് ഇങ്ങനത്തെ എന്നിട്ട് പറയടാ ജല്ലിക്കെട്ട് കാളകൾ ഇത് ഇത്രയും കഴിഞ്ഞൊക്കെ ഉണ്ടോ? ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോ കന്യാമൽ മെസ്. ഓക്കെ, വെജ് ആൻഡ് നോൺ വെജ്. അങ്ങനെ നല്ലൊരു ഹോട്ടലാണ്. നല്ല വൃത്തിയുണ്ട്, നല്ല കാണാനൊക്കെ കുഴപ്പമില്ല. ഓക്കെ, അപ്പോ നമ്മുടെ എന്താണത്? ദൈവമേ, ഇത് വെള്ളം പോലെയല്ലേ ഇരിക്കണടാ? അതല്ല, മീൻസ് തെളിഞ്ഞു കാണുന്നുണ്ടല്ലോ. എന്തൊരു സാധനം ഉള്ളതിനകത്ത്? അതെ, ചിക്കനാ. ഓക്കെ. ഇവന് തുമ്മല്, ജിസ്മോന് ചെറിയൊരു ജലദോഷമൊക്കെ ഉണ്ട്. അവന് തുമ്മലൊക്കെ തുടങ്ങി. അപ്പൊ അവന് വീട്ടിൽ നിന്ന് കിട്ടിയതാ തുമ്മലൊക്കെ. അതിന് നന്നായി പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ. അപ്പൊ ജെറോമിന്റെ ഫുഡ് എത്തി. സെയിം മീൽസ് ആണ്. ഇതിനകത്ത് കുറെ സാധനങ്ങൾ എങ്ങനെയാണെന്നറിയോ? തൈരുണ്ട്, ചാളക്കറി ഉണ്ട്, മട്ടൻ. ഇത് എന്നിട്ട് രസമല്ലടാ? രസം, ചിക്കൻ, ഒരു ഗ്രേവി വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പോഴത്തെ ഫിഷ് ആണോ? അല്ല, അത് ഇറച്ചിയാണ്. അതെന്തോ ഒരു ഇറച്ചിയാണ്. ഇത് പായസം. ഇതെന്താ? ഇതൊരു മസാലക്കറി. എന്താ? ഓക്കെ, അപ്പൊ ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കുന്നു. സന്തോഷത്തോടെ ഫുഡ് കഴിക്കുകയാണ്. ദൈവാനുഗ്രഹത്താൽ ഇതുവരെ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു. കൂടി ഇതിനകത്ത് എത്തിയിട്ടുണ്ട്. ജെറോമിനെ എടുക്കണടാ. ജെറോമെടുത്തോ? അവിടെ ഒരു അമ്മ ഉണ്ടായില്ലേ? അമ്മ ചോദിച്ചു മറന്നുപോയി. വലിയൊരു പേരാ. പേര് പറഞ്ഞേ? ഞാൻ ചോദിച്ചു നോക്കിയപ്പോ എന്തോ ഏജിട്ട് അങ്ങനെ പറഞ്ഞു. അങ്ങനെയാണ്. വലിയ പേരാ. ഇവിടെ
വലിയൊരു കൃത്യമായിട്ട് പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങള് പതുക്കെ പോവാണ്. അടുത്ത ഡ്രൈവർ കയറി. അത് ഇനി മേപ്പറണം. ഇനി മാപ്പ് വേണോ? സ്ഥലത്തിന്റെ പേര് എത്ര വേണോ? അതെ, പെരുന്തുരൈ ബൈപ്പാസ് എൻഡ്. പെരുന്തുരൈ. ആ, പെരുന്തുരൈ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഈ നേരം പറഞ്ഞ ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയില്ല. പറഞ്ഞത് അതാണ്. അത് പറഞ്ഞിട്ട് കാര്യം നമുക്കിവിടെ അപ്പൊ ഞങ്ങള് സേലം എത്തി. സേലത്ത് സ്ഥലം ഓർമ്മയുണ്ടാ എല്ലാവർക്കും? എന്നുവെച്ചാ ചിന്ന കൗണ്ടറിലല്ലോ സാർ. ഇത് KL91 വ്ളോഗ്സ് എന്ന് പറഞ്ഞ ചാനലാണ്. ഞങ്ങള് നാട്ടിൽ നിന്ന് വരാണ്, കേരളത്തിൽ നിന്ന് വരാ, ചാലക്കുടി നിന്നാണ് വരുന്നത്. ഓക്കെ, സാറിന്റെ പേര്? എന്റെ പേര് ഷാഫി. ഷാഫി അല്ലേ? എത്ര വർഷമായി സാറേ? സേലത്ത് ഞാനൊരു 20-25 വർഷമായി. ഈ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ട് ഒരു 2 മാസമായിട്ട്. അതെല്ലേ, അതെല്ലേ. നല്ല അടിപൊളി കട. ഈ സ്ഥലത്തിന്റെ പേരെന്താ? ഇത് സേലം AVR റൗണ്ടാണിടം. AVR റൗണ്ടാണിടം. റൗണ്ടാണിടം. ഓക്കെ, സേലം AVR റൗണ്ടാണെന്ന് പറഞ്ഞാൽ തന്നെ അറിയാം. ഇവിടെ ഭയങ്കര ഒന്നാണ്ട് ഐശ്വര്യ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ഐശ്വര്യ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ്. ഇത് ഞങ്ങള് എല്ലാ വർഷവും ഇവിടെ വരാറുണ്ട്. ഞങ്ങള് എല്ലാ വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയർലി ഒരു ട്രിപ്പ് ഇതിലെ പാസ് ചെയ്യും. അടിപൊളി ഫിഷ്, നല്ല ടേസ്റ്റ്. കേരളത്തിന് ആരെങ്കിലും ബാംഗ്ലൂർ റോഡിലൊക്കെ പോയിട്ട് ബാംഗ്ലൂരിൽ തിരിച്ചു വരികയാണെങ്കിൽ വരുന്ന വഴി തന്നെയാണ്. അതെ, അതെ. ഉണ്ട്, ഇവിടെ കട്ടിങ് ഉണ്ട്. നേരെ അങ്ങോട്ട് കടയിലേക്ക് കയറിയാല് അതെ, അതെ, അതെ. വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെ ഉണ്ടാവും. എല്ലാ വെറൈറ്റീസ്. ഇത് തമിഴിൽ എഴുതിയിരിക്കണേ. ഇതിന്റെ പേര് സാറേ? ഫിഷ് ഹബ്ബ്. ഫിഷ് അവിടെ. ഓക്കെ, ഇംഗ്ലീഷില് ഫിഷ് ഹബ്ബ്. പിന്നെ അവിടുന്ന് മേലിന് നോക്കിയാൽ കാണാം നമ്മളിങ്ങനെ മീൻ പിടിച്ചിക്കണ ക്യാമറ എടുത്തിട്ടുണ്ട്. 3ാമത്തെ ബ്രാഞ്ചല്ലേ? ഓക്കെ. ഇത് ഹൈവേസില് ഇതേമാതിരി ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് കഴിക്കാനായിട്ട്. സാറെ കടയുടെ പേര് വണ്ടികള് ഫിഷ് ഹബ്ബ്. ഇത് ഈ റോഡ് ഇങ്ങോട്ട് പോകുന്നത് ആണോ? ബാംഗ്ലൂർ റോഡ്. ടേസ്റ്റി ആയിട്ടുള്ള മീനുകളുണ്ട്. നിങ്ങൾ കാണിച്ചു നോക്കിടാ, നിങ്ങൾ കാണിച്ചു നോക്കി. വരുന്ന തമിഴ്, മലയാളം അറിയാം? ഇത് വരുന്നത് സൂര്യ. ഓക്കെ, ഓക്കെ, ഓക്കെ. ഇവരാണ് ഇതിന്റെ ഇവിടുത്തെ പ്രിപ്പറേഷൻ. സൂപ്പർ ടേസ്റ്റ് ആണ്. ഈ മീനിന്റെ പേരുകളൊന്ന് പറയാവോ? ഇവിടുത്തെ തമിഴ് പേരുകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നോക്കട്ടെ എങ്ങനെ പറയാ. ഓക്കെ, കടൽപ്പാര. അത് അവിടെ ഉണ്ട്, നാട്ടിലുണ്ട്. ഓക്കെ, ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ്. ഞാൻ കഴിച്ചു. അത് അയില, അത് ഞങ്ങൾക്ക് അറിയാം. ഓക്കെ, 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 ഓക്കെ. പ്രോൺ. ചെമ്മീൻ. പിന്നെ ചാള. ചാള നിങ്ങൾക്ക് കിട്ടൂല ആവശ്യമല്ലേ? വെള്ളമീൻ. മടവ. അതൊക്കെ ഇവിടുത്തെ പേരുകളായിരിക്കും കേട്ടോ. ഈ മീൻ ഞങ്ങൾ കൊണ്ടുപോയി കഴിച്ചു പോകും. നല്ല ടേസ്റ്റിയാ, സൂപ്പർ ടേസ്റ്റ്. സൂപ്പർ ടേസ്റ്റ്. നെയ്മീൻ. അത് കറക്റ്റ് നെയ്മീനിന്റെ ടേസ്റ്റ് ആണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് ഞങ്ങളുടെ പിലോപ്പി. കേരളത്തിൽ പിലോപ്പി എന്ന് പറയും. ഓക്കെ, ഓക്കെ. ഡാം ഫിഷ് നല്ലതാ. നല്ല ടേസ്റ്റ്. നല്ല ടേസ്റ്റ്. അപ്പൊ എത്ര വർഷമായി ഇവിടെ? എത്ര വർഷമായി? 5 വർഷമായില്ലേ? ഓക്കെ, ഓക്കെ. ചേട്ടായോ അണ്ണൻ എത്ര വർഷമായിരിക്കും? 10 വർഷമായി. ഓക്കെ. മലയാളം ആളെ കാണുമ്പോ മലയാളി ലുക്കൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങക്ക് നല്ല ടേസ്റ്റി ഫുഡ് ആട്ടാ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇതിനകത്താണ് അത് ചൂടാക്കുന്നത്. ഇതിനകത്ത് വിറകടുപ്പില് ചുട്ടെടുക്കുന്നത്. വേറെ ആരെങ്കിലും വന്നാണെങ്കിൽ നമുക്കൊന്ന് വരണം. കുഴപ്പമില്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് ആരെങ്കിലും വറക്കാനുണ്ടോ? പോലെ ഏതാ? കരിമീൻ. ഓക്കെ, ഓക്കെ. കരിമീൻ പൊള്ളിച്ചത്. അതെ, അതെ, അതെ. അതുകൊണ്ട് അല്ലേ? ഓക്കെ, 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 ഓക്കെ. എത്ര മണി വരെ ഉണ്ടാവും? രാത്രി 10 മണി. അത് കഴിയുമ്പോ എല്ലാം ഫിനിഷായി. നല്ല ടേസ്റ്റ്. പ്രിയമുള്ളവരെ, ഞങ്ങളിപ്പോ സേലം എന്ന് പറയുന്ന സേലത്ത് ഒരു സെന്റ് മേരീസ് ചർച്ചിന്റെ അടുത്താണ് ഇതിന്റെ സ്ഥലത്തിന്റെ. ഇത് ബാംഗ്ലൂര് ഹൈദരാബാദ് റോഡ്. നമ്മൾ നേരെ പോയി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചെന്നൈ റോഡ്. ഞങ്ങൾ ഇന്ന് ഇവിടെ രാത്രി എല്ലാവരും കൂടി ഇവിടെ സ്റ്റേ ചെയ്യാണ്. ഒരു
സിസ്റ്റേഴ്സിന്റെ ഒരു ഹോസ്റ്റൽ ഉണ്ട് ഇവിടെ. ആ ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്ത് ഞങ്ങൾ ഇവിടുന്ന് ഫിഷൊക്കെ കഴിച്ചു, കുറച്ച് ഫിഷ് കഴിച്ചു, ഫുഡൊക്കെ കിട്ടി, നല്ല അടിപൊളി ഫുഡും ഫിഷൊക്കെ കിട്ടി. അപ്പൊ ഇന്ന് സ്റ്റേ ചെയ്ത് അതിരാവിലെ ഞങ്ങള് ഇവിടുന്ന് നേരെ ഇനി ചെന്നൈയിലേക്കാണ് പോകുന്നത്. അത് ചെന്നൈയുടെ കാഴ്ചകളൊക്കെ നാളെ